എനിക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചൊരു മത്തിക്കറി ഉണ്ടാക്കാം. ദിസ് ഇസ് പച്ചമാങ്ങ. നമ്മുടെ വറുത്തരച്ച മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടാക്കണം. ഈ ചട്ടി ചൂടായി വരുമ്പം നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റണം. അതിലേക്ക് കുഞ്ഞുള്ളി ഇടാം, ഒരു 3-4 കഷ്ണം മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്യാം. ഇതിലേക്ക് ശകലം ഉലുവ ഇടാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നു. കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ. ഇത് നന്നായിട്ട് നമ്മൾ മൂപ്പിക്കണം. ഇതൊരു റെഡിഷ് ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം പൊടികൾ ഇടാവുന്നതാണ്. അത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിക്കണം. നമ്മുടേത് ഏകദേശം ഒരു ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് നന്നായി പേസ്റ്റാക്കി അരയ്ക്കണം. ഓക്കെ. മീൻ കറി എപ്പോഴും നമ്മൾ ചട്ടിക്കകത്ത് വേണം വയ്ക്കാൻ. അങ്ങനെ എനിക്ക് ഈ ഒരു ചട്ടി, ഞാൻ ആദ്യമായിട്ടാണ് മീൻ കറി ഈ ചട്ടിയിൽ വയ്ക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്കൊന്ന് നോക്കാം. കമോ, ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. പച്ചമുളക്, ഇഞ്ചി നന്നായിട്ടൊന്ന് നോക്കട്ടെ. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് സ്റ്റർ ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഓക്കെയാണ്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ അതിലേക്ക് മാങ്ങയും ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം. ഒന്ന് തിളയാകുമ്പോഴാണ് നമ്മൾ മീൻ ഇടുന്നത്. മീൻ പെട്ടെന്നാണ് വേവുക. തക്കാളി ഏകദേശം ഉടഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല വറുത്തരച്ച അരപ്പാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. എനിക്ക് വേണ്ടത്രയും അരപ്പ് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ആഡ് ദിസ് മാങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിടുകയാണ് ഞാൻ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഓക്കെ. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ എടുത്തിടാം. ഓക്കെ. നമ്മുടെ മീൻ കറി ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. ഞാനിത് ഉടയ്ക്കുന്നില്ല. ബിക്കോസ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ. ഇനി ആ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് മതി. ഞാനിത് തിരിക്കാൻ എനിക്ക് ക്യാമറ കൈ പിടിച്ചുകൊണ്ട് പറ്റുന്നില്ല. നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച മാങ്ങ ഇട്ട നമ്മുടെ മീൻ കറി ഈസ് റെഡി. ഇതാ മാങ്ങയൊക്കെ കിടക്കുന്നുണ്ടോ? യാ. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.